തുടർന്ന് ദൈവജനം സംസാരിക്കുന്നത് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രധാനപ്പെട്ട അധ്യാപകനും അതോടൊപ്പം തന്നെ നമ്മുടെ ഷാരൂൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വളരെ അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനും ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ സണ്ണി പി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ശക്തമായ നിലയിൽ ഈ അന്ത്യകാലത്ത് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ തുടർന്ന് നമ്മോട് ദൈവദിനത്തിൽ സംസാരിക്കും. അതോടൊപ്പം തന്നെ കർത്തൃദാസൻ എഴുതിയ മനോഹരമായൊരു ബുക്കുണ്ട്. അതിൻ്റെ പ്രകാശനവും ഇതിനോട് ബന്ധപ്പെട്ട് നടക്കുന്നതായിരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷനും സഭാ കൗൺസിൽ മെമ്പേഴ്സിനും എൻ്റെ മുൻപിൽ സന്നിഹിതരായിരിക്കുന്ന വിലപ്പെട്ട പാസ്റ്റർമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു, സെക്കൻഡ് ലെവൽ കഴിഞ്ഞു. ഒന്നാമത്തെ ലെവലിൽ ഫസ്റ്റ് ലെവലിൽ വില്ലേജ് സഭ പ്ലാൻ ചെയ്യുന്നതിന് ജീവിതത്തെ കമ്മിറ്റ് ചെയ്ത അനുഭവത്തോടു കൂടി ഏതെല്ലാം മിഷൻ സ്ട്രാറ്റജി ചെയ്ത് വടക്കേ ഇന്ത്യയിൽ സഭകൾ സ്ഥാപിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഷമുൽ ബാബു പാസ്റ്ററിലൂടെയും, സെക്കൻഡ് ലെവലിൽ നമുക്ക് തീം അടിസ്ഥാനപ്പെടുത്തി ആ തീമിൻ്റെ പര്യായങ്ങളും തീമിൻ്റെ വ്യക്തതയും ദൈവസഭ മെറ്റീരിയലിലേക്ക് പോകാതെ ദൈവസഭയും ദൈവമക്കളും വേലക്കാരും കർത്താവിൻ്റെ നീതിയിലും വിശുദ്ധിയിലും മടങ്ങിവന്ന് റെസ്റ്റോർ ചെയ്ത് നിലനിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട എഡിസൺ ഷാമുൽ പാസ്റ്ററിലൂടെയും കേൾപ്പാനിടയായി. മൂന്നാമത് എനിക്ക് നൽകി തന്നിരിക്കുന്ന ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് ഹെർമനൂട്ടിക്സിനെ കുറിച്ച് പറയാനാണ്. കഴിഞ്ഞ വർഷം ഹെർമനൂട്ടിക്സിനെ കുറിച്ച് പ്രസംഗിച്ചതിന് ശേഷം എനിക്കൊരഭിപ്രായം ബഹുമാനപ്പെട്ട കൃതദാസന്മാരിൽ നിന്ന് തന്നു. അവർ പറഞ്ഞത്, നമ്മൾ സ്കൂളിൽ മോഡൽ ടെസ്റ്റ് നടത്തുമല്ലോ, അതുപോലെ ഒരു ഭാഗം വായിച്ചതിന് ശേഷം അതിങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊരു മോഡൽ എക്സർസൈസ് ചെയ്യുവാൻ എന്നോട് ബഹുമാനപ്പെട്ട ബാബു പാസ്റ്റർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഇന്ന് അത് ഒരു ശാസ്ത്രീയ വശമായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ബോറടിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാതെ ശ്രമിക്കാം. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് ഹല്ലേലൂയ പറയൂ. ഇടത് കൈ പൊക്കി ഒരു ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഡോക്ടറൽ പഠനത്തിന് ഞാൻ ചെയ്തത് വെൽത്ത് എമംഗ് പെൻറ്റക്കോസ്റ്റൽസ് ഇൻ കേരള എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രബന്ധം എഴുതിയത്. ആ പ്രബന്ധം അല്ലെങ്കിൽ ഡോക്ടറൽ ഡിസർട്ടേഷൻ 12 വർഷം പഴക്കമുള്ളതായിരുന്നു. എന്നാൽ എൻ്റെ പ്രൊഫസർ എന്നെ വിളിച്ചു പറഞ്ഞു, പെന്തക്കോസ്തുകാരുടെ ഇടയിലെ സമ്പത്തിനെക്കുറിച്ചുള്ള ധാരണയെക്കുറിച്ച് ആരും എഴുതിയിട്ടില്ല. അദ്ദേഹം ഇൻ്റർനെറ്റിലൊക്കെ നോക്കി, കേരള കോണ്ടെക്സ്റ്റിൽ നിന്നധികം ആരും എഴുതിയിട്ടില്ല. സണ്ണിയുടെ പ്രബന്ധം ഞാനാണല്ലോ ഗൈഡ് ചെയ്തത്. അദ്ദേഹം എന്നെ എൻകറേജ് ചെയ്തു, അത് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വിദേശത്തെങ്ങാനും പോകണം, വിദേശത്തിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോകണം. സാറ് പറഞ്ഞു ശ്രമിക്കുകയും ഞാനും ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും ശ്രമിച്ചു. ചിക്കാഗോയിലുള്ള ട്രിനിറ്റി ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മണക്കാലയിൽ നിന്ന് സബാറ്റിക്കൽ അവധിയെടുത്ത് പോകുവാനും അവിടെ ഇരുന്ന് ആ പുസ്തകത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്യുവാനും ആ സമയത്ത് എനിക്ക് ആവശ്യമായ കൈത്താങ്ങൽ തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ തോമാച്ചായൻ്റെ മകൻ സണ്ണിച്ചായൻ അല്ലെങ്കിൽ ജോൺ തോമസ് പാസ്റ്റർ സാന്നിധ്യവും എൻകറേജ്മെൻറ്റും അവിടുത്തെ ഷാരോൺ കൂട്ടായ്മയും എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് ഈ പുസ്തകം, ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പെന്തക്കോസ് സമൂഹത്തിലെ സമ്പത്തിനെക്കുറിച്ചുള്ള ധാരണ എന്താണ്, 1909 മുതൽ 30 വരെയും 30 മുതൽ 72 വരെയും 1972 ശേഷം ഈ പീരീഡ് വരെയുള്ള ഒരു സർവേ വിശകലന പഠനമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പബ്ലിഷ് ചെയ്തോളാം. ഇതിൻ്റെ കോപ്പി ഇന്ന് വിൽക്കാൻ ഇല്ല. പിന്നീട് എപ്പോഴെങ്കിലും പാസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടുന്ന അവസരങ്ങളിൽ കോപ്പി തരാം. കാര്യം ഇതിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് പ്രിൻ്റ് ചെയ്യരുത്, കറക്റ്റ് ചെയ്തിട്ട് മതിയെന്ന് ഞാൻ അവരെ അറിയിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വിത്ത് ദിസ് ഇൻട്രൊഡക്ഷൻ
ഞാൻ ഈ ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മകൻ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അവൻ അന്ന് 16 വയസ്സുണ്ടായിരുന്നു. ഇതിൻ്റെ പോലെ ടൈപ്പിംഗ് വർക്കുകളും അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ അവൻ്റെ ഓർമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പെന്തക്കോസ്റ്റ് സമൂഹത്തിന് വെൽത്ത് ഇൻ പെന്തക്കോസ്റ്റൽ ഫെയ്ത്ത് എന്ന ടൈറ്റിലോടുകൂടി ഇത് ഫൈനലൈസ് ചെയ്തു. ബഹുമാനപ്പെട്ട സാറിനെ ഇത് പ്രകാശനം ചെയ്യാൻ humbly request you to release this book for the glory of God and for the reading of Pentecostal community. Praise the Lord. ബുക്ക് എഴുതി, പക്ഷെ പൊട്ടിക്കാൻ പ്രയാസം. അല്ല, കുഴപ്പമില്ല. വളരെ ബ്യൂട്ടിഫുള്ളായുള്ളൊരു ബുക്കാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും എപ്പോഴെങ്കിലും മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് ഞാൻ ആശിക്കുന്നു. അതിന് ഞാനോട് ചെയ്യാം. Thank you. Praise the Lord. Praise the Lord. ഇതിൻ്റെ സെക്കൻഡ് കോപ്പി ബഹുമാനപ്പെട്ട പാസ്റ്റർ VJ തോമസ് കുട്ടി അവർക്ക് കൈമാറുന്നു. സമയം 12:18 ഇനിയുള്ള ചില മിനിറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സർസൈസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് ഐസയ, ചാപ്റ്റർ 5, വേഴ്സസ് ബിഗിനിങ് ഫ്രം 8 to 10. എന്നാൽ ഇതാ ഭീതി, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളവും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്തും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫായും മാത്രം കിട്ടും. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവൻ്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. മതി. यशायाह नबी का पुस्तक 5वां अध्याय का 8 से 10 तक. ഇത് ഒരു യൂണിറ്റാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നാം പ്രസംഗിക്കുമ്പോൾ ഒരാശയം അതിൽ തന്നെ പൂർത്തീകരിക്കുന്നതിനെ തിരഞ്ഞെടുക്കുന്നത്. और एक भाग है, इसमें से एक विषय को हम किस प्रकार सबूत दिला सकते हैं करके समझ. ആദ്യമായി ഈ വചനഭാഗത്തിന്റെ ബൗണ്ടറി നിശ്ചയിക്കണം, അതിര് നിശ്ചയിക്കണം. सबसे पहले हम इस भाग का सीमा को निश्चय करना है. ഈ ഭാഗം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഏക പ്രമേയം വ്യക്തമാക്കിയാണോ എന്ന് പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന നാം ചിന്തിക്കണം. और इसका शुरुआत और आखिरी में इस विषय को स्थापित किया है करके समझना है. കാര്യം ആദ്യ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ സമയത്ത് അപ്പോസ്തലന്മാരുടെ സമയത്തും ഇത് വെറും മാനുസ്ക്രിപ്റ്റ് ആയിരുന്നു, ചുരുളുകളായിരുന്നു. और पहले शताब्दी में यीशु मसीह के ज़माने में हमारा बाइबल जो अभी हमारे हाथ में है वैसा नहीं था, बस एक ചുരുൾ या कुछ. അതിനുശേഷമാണ്, അതിന് ഒത്തിരിയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ചാപ്റ്റർ ആക്കിയതും വേഴ്സസ് വാക്യങ്ങളാക്കിയതും. और उस कई सालों के बाद इस प्रकार अध्याय और वचन के रूप में उसको कन्वर्ट किया, बनाया था. ആയതുകൊണ്ട് നമുക്കിങ്ങനെ വാക്യങ്ങളായും ചാപ്റ്റേഴ്സായും സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കൊണ്ട്
രണ്ടോ മൂന്നോ വാക്യം എടുത്ത് ആ വാക്യത്തിൻ്റെ ആശയത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കണം. इसलिए हमारे पास जब इस प्रकार का विभाजन कर कर दिया है, एक विभाजन को लेकर उसका अर्थ क्या है करके हम समझने का कोशिश करना है. 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രേമഗാനം പാടുന്നത് പോലെയുള്ളൊരു ദൈവസഭയെക്കുറിച്ചുള്ളൊരു ഗാനമാണ്. पांचवा अध्याय का पहला वचन से लेकर 11 वचन तक एक प्रेम का संदेश का कत जैसे लिखा हुआ है. 1-ാം വാക്യം വായിക്കാം. पहला वचन, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. വളരെ വളരെ മനോഹരമായ ഒരു മെലോഡിയസ് റൊമാൻറ്റിക് ഗാനമാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. മുന്തിരിത്തോട്ടം ഇസ്രയേലിലാണ് എന്ന് നമുക്കറിയാം. और एक सुंदर गीत समान प्रेम से भरा हुआ ये गीत लिखा है. इसमें इस बगीचा जो है बारी है उसका मालिक परमेश्वर है और बारी इस्राएल लो है. ഇത്രയും സ്നേഹമുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഉടയവൻ ഓണറായിരിക്കുന്ന ക്രിയേറ്റർ ഗോഡ് പ്രതീക്ഷിച്ചത് ഫലമുള്ള മുന്തിരിങ്ങ. इतना सुंदर एक बारी से अच्छा फल पाने के लिए इसका मालिक परमेश्वर इच्छा करता था. എന്നാൽ കായ്ച്ചത് വൈൽഡ് ഗ്രേപ്പ്. लेकिन फल इस प्रकार निकला था कि कड़वापन का फल. ആയതുകൊണ്ട് ഫലം മോശമായിരുന്നു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളുടെ ഇൻഡെപ്ത് എന്ന് പറയുന്ന ട്വിസ്റ്റ് എടുക്കുകയാണ്, കോൺട്രാസ്റ്റ് മീനിങ്ങിലേക്ക് പോവുകയാണ്. और 7वां वचन से हम पढ़ते समय जो पहले लिखा था उसके खिलाफ उसके विरुद्ध अर्थ को हम देखते हैं. 7-ാം വാക്യം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവർ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ അന്യായം നീതിക്കായി നോക്കിയിരുന്നു. എന്നാൽ ഇതാ ഭീതി. ന്യായവും നീതിയും നോക്കിയിരുന്നു, അന്യായവും ഭീതിയുമാണ് റിസൾട്ട് ലഭിച്ചത്. न्याय और धार्मिकता का इंतजार किया था लेकिन मिला है अन्याय और अधर्म. ഭീതിയും അന്യായവും ലഭിക്കപ്പെട്ട തോട്ടത്തിൽ നിന്ന് और वहाँ उस बारी से डर और इस प्रकार का बुरी फल मिला है. ഷാരോൻ ഫെലോഷിപ്പ് സമൂഹം ദൈവത്തിന്റെ ഒരു വീനിയാടാണ്. നമ്മളെ നടത്തുന്ന മേലധ്യക്ഷന്മാർ നീതിയും ദൈവികമായിരിക്കുന്ന നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കുമ്പോൾ അവർക്ക് ഭീതിയും അന്യായവും നമ്മളിൽ ഉണ്ടാകുന്നത് പോലെ ഒരു ഉള്ള ഈക്വേഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. शारोन फेलोशिप चर्च भी परमेश्वर का एक बारी है, बगीचा है. इसमें से हमारे आगेवान लोग यही उम्मीद रखते हैं कि न्याय और धार्मिकता के साथ हम फल दिलाना है. ഈ പ്രവചന സന്ദേശം 7-ാം വാക്യം കൊണ്ട് ഓപ്പോസിറ്റ് മീനിങ് എതിരർത്ഥം എടുത്തുകൊണ്ട് മുന്തിരിത്തോട്ടത്തെ കറക്റ്റ് ചെയ്യാണ്, ഇസ്രായേൽ ജനത്തെ കറക്റ്റ് ചെയ്യാണ്, തിരുത്തുകയാണ്. और इस बारी के लोगों को सुधारने का प्रयास करते हुए वचन के अंदर हम देखते हैं. അവിടെ മുതൽ പറയുകയാണ്, വായിച്ചു ബിജു സാറേ, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം ഞങ്ങൾ മാത്രം ദേശത്ത് പാർത്താൽ മതി, ഞങ്ങൾ മാത്രം ഹോൾഡ് ചെയ്താൽ മതി, ഞങ്ങൾ മാത്രം മുറുകെ പിടിച്ചാൽ മതി എന്ന് ധരിച്ചുകൊണ്ട് और लोगों के मन के अंदर यही विचारधारा था कि केवल हम ही इधर जीना है और किसी को भी परमेश्वर के साथ संगति नहीं रखना है. മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളും വായിച്ചു വീടോട് വീട് ചേർക്കുകയും വീടോട് വീട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് വയലിനോട് വയൽ ആടുകയും ചെയ്യാണ്. അവർക്ക് അയ്യോ കഷ്ടം. ഇങ്ങനെയുള്ളവർക്ക് അയ്യോ കഷ്ടം. ഇവിടെ ഈ ഒറക്കിൾ എന്ന് പറയുന്നത് അയ്യോ കഷ്ടം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആലോചന മാനവരാശിക്കല്ലെങ്കിൽ ദൈവത്തെ ഫോളോ ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് വരാൻ പോകുന്ന ന്യായവിധിക്കെതിരായി കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്. और यहाँ पर जो हाई हाई लिखा है, इस शब्द का अर्थ बराबर लिखा हुआ है जो परमेश्वर के वचन के खिलाफ है. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത് വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും. വലിയതും നല്ലതുമായിരിക്കുന്ന many sense will be desolated. परमेश्वर पिता ने इस प्रकार का घोषणा किया कि बड़े बड़े मकान जो है, इमारत जो है वो खाली पड़ा हुआ है. इस करके हम देखते हैं.
10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തും. 10 കാണി മുന്തിരിത്തോട്ടം. കാണി എന്നുള്ള മലയാളം ഭാഷ ഇപ്പോൾ ട്രാൻസ്ലേഷനിലില്ല. അത് പറയുന്നത് 10 ഏക്കർ ഭൂമിയിൽ നിന്ന്. और होमर जैसे लिखा हुआ है ഒരു ബത്തും. ഈ ബത്ത്, ഹോമർ 2-3 പദങ്ങൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഈ നോൺ ലിക്വിഡ് ആയിരിക്കുന്ന, ലിക്വിഡും നോൺ ലിക്വിഡുമായിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്തിരി അല്ലെങ്കിൽ ബാർലി, ഗോതമ്പ് ഇതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ ചാക്കി കെട്ടി മേടിക്കുന്ന പോലെ, വല്ലത്തിനകത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് പോലെ അന്ന് അവിടെ അളക്കാനും പാക്ക് ചെയ്യാനും ഉപയോഗിച്ചിരിക്കുന്ന മെഷർമെൻറ്റുകളുടെ അളവുകളാണ് എഴുതിയിരിക്കുന്നത്. और होमर यही है कि वहाँ का जो गेहूँ है और दाखरस है और बाकी सब जो वस्तु है वो नाप के बारे में यहाँ पर बताया गया है. ഇതെല്ലാം ശൂന്യമായി പോകും. ये सब खत्म हो जाएगा. അതിന്റെ കാര്യം എന്താണെന്നറിയാം? നിങ്ങൾ അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. വിതച്ചത് ഒരു കൊട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 10 ഏക്കറിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അതിന്റെ 3/1. और इसका अर्थ ये है कि एक होमर आपने बोया है तो उसमें से 3 में से 1 भाग ही तुमको काटने को मिलेगा. ഞാൻ ഒത്തിരി സ്കോളേഴ്സിന്റെ കമന്ററി ചെക്ക് ചെയ്തു. കാര്യം ഇതൊരു പ്രയാസമുള്ള ഭാഗമാണ്. ദൈവദാസന്മാർക്ക് ഇതിൻ്റെ അളവ് തൂക്കങ്ങളെക്കുറിച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ അതിന് കൊടുത്തിരിക്കുന്ന മെജോറിറ്റി ഓഫ് ദ സ്കോളേഴ്സ് പറയുന്നത് ഇത് തന്നെയാണ്. വിതയ്ക്കാൻ കൊണ്ടുപോയ വിത്തിൻ്റെ 3/1 മാത്രമേ നിങ്ങൾക്ക് 10 ഏക്കറിൽ നിന്ന് ഫലം കിട്ടത്തുള്ളൂ. और मैंने कई पुस्तकों को रेफर करके देखा और इस प्रकार पता चला कि जितने तुम लोग बोने के लिए लेके गए थे उसमें से 3 से 1 भाग ही तुमको उसका परिणाम या फल मिलेगा करके लिखा है. ലാൻഡിന്റെ മേൽ, ഭൂമിയുടെ മേൽ ന്യായവിധി അയക്കും. और इस कारण से मैं देश के ऊपर भी न्याय भेजेगा. വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ ചേർത്ത് വെക്കുകയും യഹൂദ ജനത്തിലെ മുന്നിൽ നിൽക്കുന്ന ശ്രേഷ്ഠരായ പണമുള്ളവർ, വെൽത്തി പീപ്പിൾ മാത്രം കണ്ടിന്യൂസ് ആയി പൊസസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിനെ ദൈവം ഇടിച്ചു കളയും. കാര്യം ലേവ്യ പുസ്തകത്തിൽ ദൈവം അവർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഇത് 50th ഇയറിൽ 50-ാം വർഷം ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉടയന് തിരികെ കൊടുക്കണമെന്നുള്ള പ്രമാണവും ലംഘിച്ചാണ് യാത്ര. और वचन के अंदर इस्राएल लोगों के लिए एक नियम दिया था और उनका जो देश है, जमीन है, खेत है, उसमें से जितना कमाई मिलेगा उसमें से 1 भाग अनाथों के लिए और परदेशियों के लिए रखना है करके वचन दिया है. लेकिन फिर भी वो लोग घर के साथ घर और खेत के साथ खेत बढ़ाकर अपना जीवन को आगे बिताया. നാം വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രണയഗാനമാണ്. ആ പ്രണയഗാനം തന്ത്രപരമായി ഉപയോഗിച്ചിരിക്കുന്ന എഴുത്തുകാരൻ യെശയ്യാവ് തന്നെയാണ്. അതിനുശേഷം തൻ്റെ ഐഡന്റിറ്റി താൻ ആരാണെന്ന് ഈ പ്രവാചകൻ തന്നെ താൻ വെളിപ്പെടുത്തുന്നു. पहले वचन से 7वें वचन तक लिखने वाला एक प्रेम का गीत समान लिखा है. बाद में उसने लिखने वाला लेखक ने अपने आप को बताया गया है, परिचय किया है. മുന്തിരിവള്ളികൾ ആത്മീയമായ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് എന്നും യെശയ്യാവ് പറയുന്നു. और दाखलता के बारे में यशायाह नबी ने बताया है कि वो एक श्रेष्ठ पेड़ है, पौधा है करके. ഉയർന്ന മൂല്യമുള്ള യഹൂദാജനം മുന്തിരിവള്ളിയോട് ഉപമിച്ച് ഫലഭൂയിഷ്ഠുള്ള ഭൂമിയിൽ ദൈവം നട്ടിരിക്കുന്നു. और दाखलता को एक मूल्यवान पेड़ के समान बताकर इस प्रकार परमेश्वर ने अपना बारी में लगाया करके बताया गया है. വേലി കെട്ടിയിരിക്കുന്ന ഒരു തോട്ടമാണ്. ഇതിന് സസ്റ്റനൻസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, ദൈവത്തിന്റെ ഓവർ ഷാഡോയിങ് തോട്ടത്തിനുണ്ട്. परमेश्वर ने लगाया हुआ बारी है, इसलिए चारों ओर बाड़ बनाया है. देखभाल करने के लिए एक व्यक्ति को सौंपा है. എങ്കിലും ഇവരിൽ കയ്പുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ കാരണം 2 കാരണം പ്രവാചകൻ ഐഡന്റിഫൈ ചെയ്തു. और इतना अच्छा से लगाया, सेवा किया तो भी, और फल जब निकला तो निकम्बा फल अथवा कड़ुआपन का फल निकला था. ഗ്രീഡ് ഓഫ് ദ വെൽത്തി, സമ്പന്നരായ ആളുകളുടെ അത്യാഗ്രഹം അന്നുണ്ടായിരുന്നു 8-ാം നൂറ്റാണ്ട് BC-യിൽ. धनवान लोगों के अंदर इतना लालच था, इसके बारे में बताया है. രണ്ടാമത് ഹെഡോണിസം അഥവാ ലക്ഷറി ഓഫ് ലൈഫ്,
സുഖലോലുപത അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നു. वो लोग वहां के लोग सुख विलास के साथ जीवन बिताते थे ഇത് രണ്ടുമാണ് ബാഡ് ഫ്രൂട്ട്. और ये दोनों उनका जो स्वभाव है, जीवन का शैली है, वो है निकम्बा फल. ഒന്ന് അത്യാഗ്രഹമുള്ള ജീവിതം, और एक है लालच का जीवन, രണ്ട് സുഖലോലുപത. दूसरा है सुख लोलुपता का जीवन. ഇതിനെ രണ്ടിനെയുമാണ് പ്രവാചകൻ ശാസിച്ചത്. इन दोनों जीवन शैली को प्रभु का दास ने डांटा है. പ്രവാചകൻ യെശയ്യാ പറയുന്നു, ഉടമ ദൈവമാണ്, യഹോവയാണ്. यशायाह नबी ने इस प्रकार कहा कि सबका मालिक परमेश्वर है മുന്തിരിത്തോട്ടം ഇസ്രായേലാണ്. और बारी इसराइल लोग है. അവിടെയുള്ള എല്ലാ ജനങ്ങളും ഉന്നതരാണ്. और वहां के लोग सब श्रेष्ठ है, महान है. എന്നാൽ ഇപ്പോൾ 8th century BC വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസ്തത കാണിക്കുന്നില്ല. लेकिन यशायाह नबी के जमाने में वे लोग इस प्रकार अविश्वास योग्य बन गए. അതുകൊണ്ട് इसलिए ന്യായവിധി വരും. अमा तुम्हारे ऊपर न्याय करेगा करके लिखा है. അസീറിയയിൽ നിന്നും ബാബിലോണിൽ നിന്നും ന്യായവിധി കടന്നു വരും. असीरिया से बाबिलोन से न्याय करेगा और उनको दंड मिलेगा. അത് നിങ്ങളുടെ നിലങ്ങളോടുള്ള ബന്ധത്തിലും വീടുകളോടുള്ള ബന്ധത്തിലും കടന്നു വരും. वो दंड इस प्रकार तुम्हारे खेती के ऊपर भी आएगा, तुम्हारे मकान के ऊपर भी आएगा. പ്ലേസർ അസീറിയയിൽ നിന്ന് കടന്നു വന്ന് നിങ്ങളുടെ വീടുകളെ ശൂന്യമാക്കും, നിങ്ങളുടെ നിലങ്ങളെയും നിങ്ങളിലെ നല്ല റിസോഴ്സസിനെയും ടേക്ക് ഔട്ട് ചെയ്യും. दुश्मन आकर तुम्हारा घर को शून्य बनाएगा और खेत को पूरा वो इकट्ठा करके ले जाएगा. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരുവീൻ. इसलिए तुम लोग अभी वापस आना, പ്രമാണത്തിലേക്ക് മടങ്ങി വരുവീൻ. वचन के और वापस आना, ഉടമ്പടിയിലേക്ക് മടങ്ങി വരുവീൻ. और जो कवनेंट है और उसमें वापस आना है. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. परमेश्वर आपको और आशीष करने के लिए तैयार है. ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മള് ആ പുസ്തകത്തിന്റെ വാക്യങ്ങളുടെ ബൗണ്ടറി നിശ്ചയിക്കണം. और मैंने आपको बताया था कि सबसे पहले उस भाग का पुस्तक का सीमा बनाना, उसका वार्ड बनाना. അതിനുശേഷം അതിന്റെ അകത്ത് ആവർത്തിച്ച് വായിക്കണം. മുൻപിൽ നിന്നും വായിക്കണം, പുറകിൽ നിന്നും വായിക്കണം. इसके बाद इस भाग का पोर्शन का आगे से पढ़ना, पीछे भी पढ़ना. പിന്നെ വായിക്കുന്ന സമയത്ത് അതിനോട് ചോദ്യം ചോദിക്കണം. और आप पढ़ते समय अपने आप सवाल करना. ആ ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നത് സൈഡിൽ എഴുതിയിടണം. और उस सवाल को आप वश में नोट करना, लिखना. അങ്ങനെ എഴുതിയിട്ട് മുൻപോട്ട് പോയാൽ इस प्रकार आप लिख के आगे बढ़ेगा तो ആ യൂണിറ്റ് ഒരു ബോക്സ് ആയി തീരുകയും और वो भाग एक पेटी जैसे या बॉक्स जैसे बनेगा. ആ ബോക്സിനകത്തുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഈസിയായി ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യും. और उस भाग के अंदर लिखा हुआ वचन का अर्थ क्या है करके हमको समझ में आएगा. അങ്ങനെ ഡിവൈൻ ന്യായവിധിക്ക് പ്രധാനമായി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. परमेश्वर के ओर से जो न्याय आने वाला है उसके संबंधित शब्द जो लिखा है वो आपको पता चलेगा. അതിനുശേഷം അതിന്റെ പശ്ചാത്തലം പറയുക. इसके बाद इसका पृष्ठभूमि के बारे में बताया गया है. 732 BC-ലെ പ്രവചനമാണ്, 8ാം നൂറ്റാണ്ടിലെ പ്രവചനമാണ്. इस 8वीं शताब्दी का प्रवचन है, भविष्यवाणी है. തിഗ്ലത്ത് പിലേസർ മൂന്നാമൻ അസീറിയയിൽ നിന്ന് കടന്നു വന്ന് അവരുടെ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യും. അതാണ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. और इसका राजनीति का पृष्ठभूमि दुश्मन आकर इस राज्य के ऊपर हमला करने के बारे में है. രാജ്യത്തിനകത്തുള്ള ഇന്റേണൽ പ്രോസ്പെരിറ്റിയും ഇന്റേണൽ പീസും എന്നേക്കുമായി നഷ്ടപ്പെടും. और देश के अंदर जो शांति है, उन्नति है, वो सब हमेशा के लिए नष्ट हो जाएगा. അതുകൊണ്ട് നിങ്ങൾ ഭയത്തിൽ നിന്നും അനീതിയിൽ നിന്നും മടങ്ങി വരുവീൻ. इसलिए आप लोग अपना जो डरवियों का अवस्था से और पाप के रास्ता से वापस लौटना है. ഈ യൂണിറ്റിന്റെ ഈ ഒരു ബോക്സ് ഞാൻ എടുത്ത ഭാഗത്തിന്റെ പ്രത്യേകത, मैंने जो भाग चुन लिया उसका खूबियत, തുടർമാനമായി ദൈവത്തിൽ നിന്ന് ജനത്തിന് വരാൻ പോലെ ജനം അനുഭവിക്കാൻ പോകുന്ന നിന്ദയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. लोगों के ऊपर आने वाला अपमान के बारे में बताया गया है. അത് ആവർത്തിച്ച് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് 5ലധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. हाय हाय करके 5 बार इस भाग के अंदर लिखा है. അഹങ്കാരവും ഭോഗാസക്തിയും പ്രൈഡും അവരെ ഏറ്റെടുത്ത് പറഞ്ഞിരിക്കുന്നു.
अहंकार और सुख विलास के बारे में बार बार लिखा है। നിങ്ങൾ വിചാരിക്കും പ്രൈഡ് അഹങ്കാരം എന്നൊക്കെ പറയുന്ന വലിയ സാധനം, കൊച്ചു സാധനം, ഒരു കൊച്ചു സാധനം. शायद आप सोच सकते हैं कि अहंकार जो है मैं वो घमंड है, वो इतनी बड़ी बात नहीं है, वो मामूली बात है। ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയി. मैं कल एक शादी में भाग लिया था। സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ 2 ഈ പാംഫ്ലെറ്റ് ഉണ്ടായിരുന്നു മാരേജിന്റെ. और मेरे पास मैं शादी का विवाह का प्रोग्राम का 2 पर्ची थी। അതിനടുത്ത് ലാസ്റ്റ് ഒരു ദൈവദാസൻ കടന്നു വന്നു. और उसके बाद दूसरे एक प्रभु का दास आया था। ഞാൻ അദ്ദേഹത്തിന് അപ്പുറത്തെ കസേര എടുത്തു കൊടുത്തു, എൻ്റെ പാംഫ്ലെറ്റും കൊടുത്തു. और मैंने उनको एक कुर्सी बिठाने के लिए बिठाया और मेरा हाथ में 2 था, एक उनको दे दिया पर्ची। അന്നേരം ഇടിച്ച് എൻ്റെ കാലിന് നോവുന്ന രീതിയിൽ അദ്ദേഹം ചെറുപ്പക്കാരന് മസിലിന് നല്ല ഫോഴ്സ് ഇടിച്ച് അങ്ങ് കയറിയിരുന്നു. और उस प्रभु का दास इतना जल्दीबाजी में इतना ताकत के साथ मुझे लगाया और बैठा। അതിനുശേഷം പുള്ളി കൂളായപ്പോൾ ഞാൻ അപ്പുറത്തെ ആളിൽ നിന്ന് ഒരു പാംഫ്ലെറ്റ് മേടിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു. और इसके बाद मैंने दूसरे के हाथ से एक पर्ची उसको दे दिया। അപ്പോഴദ്ദേഹം നോക്കുന്ന ഞാൻ ആരുടെയെന്ന് മേടിച്ച് ആ ആളിനെ തുറച്ചു നോക്കുന്നു. और उसने उस समय दूसरा व्यक्ति जिससे मैंने पर्ची लिया था उसके ऊपर नजर डालकर देखा। ഞാൻ ബോഡി ലാംഗ്വേജ് വായിച്ചത് നീ എന്തിനാടാ ഈ 2 എണ്ണം വെച്ചോണ്ടിരുന്നേന്നാ പുള്ളി ചോദിച്ചേ. और उसका जो शरीर का जो अवस्था से मुझे मालूम पड़ा कि तुम क्यों में इस 2 अपने हाथ में रखा। സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് എൻ്റെ മനസ്സിന്റെ വേദന കൊണ്ട് ദൈവദാസൻ ഭാരം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാസ്റ്റേഴ്സാണ്, ഇടയന്മാരാണ്, നമ്മൾ രാജാക്കന്മാരല്ല. സഭകളിൽ നമ്മൾ കസേരകളിൽ ഇരിക്കുമ്പോൾ അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും പണ്ഡിതന്മാരെയും അജ്ഞാനികളെയും ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഭാഷ പോലും കൊണ്ട് പ്രൈഡും അഹങ്കാരവും വന്നാൽ ദൈവന്യായം വിധിക്കും. प्रभु के दासों, हम कलीसिया में कुर्सी पर बैठते हुए साधारण लोग, जो आम लोग वहां पर बैठते समय हमारा एक चल चलन के द्वारा भी उनको हम दुख पहुंचाएगा तो परमेश्वर हमको पूछने वाला है। നമ്മളുടെ ഇടയിൽ നിന്ന് ധാരാളം എക്സാമ്പിൾസ് പിൻ ഔട്ട് ചെയ്യാനുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. ബന്ധങ്ങളിൽ തകർച്ച വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും ഇടപാടുകൾ കൊണ്ടും ബഹുമാനവും ആദരവും പരസ്പരം അന്യോന്യം സ്വീകരിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള പോളിസി ഇല്ല എങ്കിൽ നമ്മുടെ പാസ്റ്റോറിയൽ മിനിസ്ട്രിയിൽ വചന വ്യാഖ്യാനത്തിന്റെ പൊരുൾ തിരികെയില്ല. मेरे प्यारों, हमारा जो शरीर का जो चाल चलन है वो भी एक भाषा है। इस प्रकार हम किसी को दबाव डालेगा और दुख पहुंचाएगा तो हमारा सेवकाई के क्षेत्र में विपरीत फल निकालने वाला है। ഈ വചനത്തിന്റെ कंक्लूशन എന്താണ്? ആപ്ലിക്കേഷൻ പാർട്ട് എന്താണ്? और जो वचन हमने जो भाग निकाला है मनन करने के लिए, उसका जो परिणाम क्या है, फल क्या है, ഇതിന്റെ ആപ്ലിക്കേഷൻ പാർട്ടാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിരിക്കുന്നത്. इसका जो एप्लीकेशन उसका स्थापना है और वो हमारे लिए मुख्य बात है। ആ പേജ് എൻ്റെ ഇന്ന് പോയെന്ന് തോന്നുന്നില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻ ഭാഗം ഇതാണ്: रियल एस्टेट बिजनेस। हमें इसका परिणाम ये है कि अभी जो मकान और जमीन बेचने का जो धंधा है रियल एस्टेट के बारे में, വീടിനോട് വീട് കൂട്ടുന്നു, പാർക്കാനല്ല. और घर के साथ घर जोड़ते रहते, एक के बाद एक खरीदते रहते हैं. അവിടെയും ഇവിടെയും 3 ഏക്കർ 5 ഏക്കർ 8 ഏക്കർ 10 സെന്റ് മേടിച്ച് കൂട്ടുന്നു, പാർക്കാനല്ല. और जगह भिन्न भिन्न जगहों में 5 एकड़ 10 एकड़ खरीद कर रखते हैं, डालते हैं, रहने के लिए नहीं है. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് തരത്തിലുള്ള യാത്ര നല്ലതല്ല, ദൈവം അതിനെ ന്യായം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ पर यही लिखा है कि हम एक धंधाबाजी में प्रवेश होना अच्छा नहीं है. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം. इसलिए हमारे जीवन को संभालना है. അത്യാഗ്രഹം കൊണ്ടോ लालच नहीं होना, മറ്റുള്ളവരിൽ ഫിയർ ഭയം ഉണ്ടാക്കിക്കൊണ്ടോ और औरों के ऊपर डर डाल के നമ്മൾ ഏതിൻ്റെയും ഒക്കെ പരമാധികാരിയാണെന്ന് സ്വയം ധരിച്ചുകൊണ്ടോ और हम अपने आप को सोचते समझते कि मैं सबसे बलवंत हूँ, अधिकारी हूँ करके നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഇടയ ശുശ്രൂഷയിൽ इस प्रकार सोचकर हमारा पासमान का सेवकाई में നാം എവിടെയെങ്കിലും ഒക്കെ ഇടിച്ച് വീഴാൻ ഇടയാകും. और हम आगे और कहीं टकरा कर गिर जाएगा. അങ്ങനെ വീഴാതിരിപ്പാൻ
और इस प्रकार ना गिरने के लिए നാം വളരെ സൂക്ഷിക്കണം. हम ध्यान से आगे बढ़ना है. അതുകൊണ്ട് इसलिए ദൈവം പ്രവാസത്തിലേക്ക് ജനങ്ങളെ അയക്കാതിരിപ്പാൻ और लोग बंधुआई में जाने से रोकने के लिए നാം വളരെ സൂക്ഷിക്കണം. हम ध्यान से आगे चलना है. അതുകൊണ്ട് इसलिए നമ്മൾ അൺനെസസറി ആയി ഒക്കുപേഷൻസ് ഒന്നും ചെയ്യരുത്. और अनुचित रीति से कोई भी कमाई नहीं करना, इकट्ठा नहीं करना, बटोरना नहीं. പക്ഷെ കർത്താവ് തരുന്നതൊക്കെ സൂക്ഷിച്ചും കൊള്ളണം. और जो भी प्रभु हमें देता है उसको संभालना अवश्य है. കാര്യം നാളെ ഇല്ലാതെ വന്നാൽ ആരും അവിടെ കാണുകയില്ല. और कल आपके पास ना होने की अवस्था आएगा तो देने वाला शायद नहीं होगा, ദൈവം തമ്പുരാൻ മാത്രമേ കാണത്തുള്ളൂ. केवल परमेश्वर ही होगा. അതുകൊണ്ട് इसलिए എക്സ്പാൻഷൻ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. എക്സ്പാൻഷൻ പാടില്ല. और इसका जो अंतिम निर्णय है, वचन है, हमारे साथ जो है उसके साथ जोड़ कर आगे बिल्कुल नहीं जाना. ദിവ്യൻ ന്യായപ്രമാണങ്ങൾ, ദിവ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ലാൻഡ് ഓർഡർ ഉണ്ട്, വീട് ഓർഡർ ഉണ്ട്, ദൈവസഭയുടെ ഓർഡർ ഉണ്ട്, വിളിച്ചു വരുത്തിയ ട്രൈബൽ ഓർഡർ ഉണ്ട്. ആ ഓർഡറുകൾ സൂക്ഷിക്കണം. और एक एक व्यक्ति के लिए एक नियम, देश का नियम दिया गया है, उसके अनुसार ही हम चलना है. വി ആർ ട്രസ്റ്റീസ് ഓഫ് എവറിഥിങ്. हम हर एक वस्तु का खजांची है. ആയതുകൊണ്ട് इसलिए ദൈവം നന്മ ഏൽപ്പിച്ചിരിക്കുന്ന സകല റിസോഴ്സസിനും और परमेश्वर ने हमारे हाथ में सौंपा हुआ हर एक चीज का അക്കൗണ്ടബിൾ ആണ്. और हम हिसाब देना पड़ेगा. ദൈവത്തിന്റെ ദാസന്മാരെ, और मेरे प्यारों प्रभु के दासों, നമുക്ക് ഉണരാം. हम जागृत हो जाए റെസ്റ്റോറേഷൻ, മടങ്ങി വരവ് സാധ്യമാണ്. और वापस लौटना जरूर होगा. വചനം ഭംഗിയായി വ്യാഖ്യാനിച്ചു കൊടുത്താൽ, और वचनम सही रीति से उसका व्याख्यान करेगा तो, അതിന്റെ പശ്ചാത്തലത്തിന്റെ അർത്ഥത്തിൽ ജനത്തിന്റെ കയ്യിൽ പൊരുൾ തിരിച്ചു കൊടുത്താൽ മടങ്ങി വരവ് സാധ്യമാണ്. आमेन, हालेलुया. यदि उसके अंदर लिखा हुआ वचन का पृष्ठभूमि को हम सही रीति से समझाएगा तो लोग जरूर अपना गलत रास्ता को छोड़कर वापस लौटेगा. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പേഴ്സണലി സജസ്റ്റ് ചെയ്യണം. मैं व्यक्तिगत तौर पर आपको ये सूचना दिलाना चाहूंगा कि നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രബോധനങ്ങൾ 2-3 ആഴ്ച റെഗുലർ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. और आपका जो वचन है 2-3 हफ्ता के लिए आप थोड़ा रिकॉर्ड करना. അതിനുശേഷം നിങ്ങൾ തന്നെ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത് ഭാര്യയുമായി അല്ലെ മക്കളുമായി ഇരുന്നിട്ട് കേൾക്കണം. और 1 महीना के बाद जो रिकॉर्ड किया है वो आप अपना पत्नी के साथ सुनने का समय निकालना. എല്ലാം സെയിം തന്നെയായിരിക്കും. और सब एक ही रहेगा. കാര്യമായ വായനയില്ല, और खास वस्तु उसके अंदर कुछ नहीं है, കാര്യമായി ചിന്തയില്ല. और कोई मनन की बात नहीं है. അന്നേരം യൂട്യൂബിൽ കാണുന്ന ഒരു സെർമണും കൊണ്ടങ്ങ് പോകും. और जो यूट्यूब से मिला हुआ एक प्रचार लेके चलेगा. അതുകൊണ്ട് ആത്മാവിന്റെ നിയോഗം കിട്ടുകയില്ല. आमीन. और इसके वजह से आत्मा का अगुवाई नहीं मिलेगा. അതുകൊണ്ട് ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങിപ്പോയി വചനത്തെ പൊരുൾ തിരിച്ച് ദൈവസഭയെ മടക്കി വരുത്താം. കർത്താവ് സഹായിക്കട്ടെ. इतिहास का पृष्ठभूमि के ओर जाने का समय निकाल कर आप समय निकालना और वचन का व्याख्यान कर लोगों को समझाना. प्रभु आपको आशीष करे.